1518 ജൂലൈയിൽ സ്ട്രാസ്ബർഗിൽ ഫ്രോട്രോഫിയ എന്ന സ്ത്രീ തെരുവിലേക്ക് കാലെടുത്തുവച്ച് വന്യമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. ആദ്യം അവൾ ആഘോഷിക്കുകയാണെന്ന് ആളുകൾ കരുതി. പക്ഷേ അവൾ നിർത്തിയില്ല. മണിക്കൂറുകൾ കടന്നുപോയി, പിന്നെ ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഡസൻ കണക്കിന് ആളുകൾ അവളോടൊപ്പം ചേർന്നു. അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചിലർ ക്ഷീണത്താൽ തളർന്നുപോയി. കാലിൽ രക്തം വരുന്നതുവരെ നൃത്തം ചെയ്തുവെന്ന് സാക്ഷികൾ പറഞ്ഞു. ചരിത്രപരമായ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത് 400 പേർ വരെ ഇത് ബാധിച്ചു എന്നാണ്. നർത്തകർ ശപിക്കപ്പെട്ടവരാണെന്ന് കരുതി പ്രാദേശിക അധികാരികൾ അവരെ നൃത്തം ചെയ്യാൻ സഹായിക്കുന്നതിന് ഈ സംഗീതജ്ഞരെ പോലും നിയമിച്ചു. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. പ്ലേഗ് ആഴ്ചകളോളം നീണ്ടുനിന്നു. ചിലർ ഹൃദയാഘാതം, പക്ഷാഘാതം അല്ലെങ്കിൽ കടുത്ത ക്ഷീണം എന്നിവയാൽ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. കൂട്ട സൈക്കോജനിക് രോഗം മുതൽ പൂപ്പൽ നിറഞ്ഞ റൈ ബ്രെഡിൽ നിന്നുള്ള എർഗോട്ട് വിഷബാധ വരെ ആധുനിക സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ കാരണം ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ മെഡിക്കൽ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുന്നു. നിഗൂഢതയുടെ ലോകത്തേക്ക് പ്രവേശിക്കൂ. കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. യാത്രയുടെ ഭാഗമാകൂ.